ഇപ്പൊ 15:5 യോഹന്നാൻ പറഞ്ഞ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ കരത്തിൽ, നിന്റെ യാത്രയിൽ നിത്യമായി എന്നെയും കൂട്ടു. ഞാൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കൈയടിക്കട്ടെ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. നമ്മളാരും ദൈവത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല. ഇപ്പം മിഥുനില്ലേ, മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തില്ല, അവൻ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക്കൊന്നും അല്ല. അയാൾ അത്യാവശ്യം കൊന്തയിലുള്ള ആളാണ്, വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ്, അതിനെതിരിപ്പൊന്നുള്ള ആളല്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്കത് തോന്നണില്ല. മനസ്സിലായില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല. എന്താ കാര്യം? നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ്. യു ആർ എ സ്പിരിച്വൽ ഫ്രിജിഡിറ്റി. ഇതിനാദ്യം വേണ്ടത് അവയർനെസ്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റി, ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗമെന്ന് പറയുന്നത് അവയർനെസ്സാണ്. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം. നിങ്ങളിവിടെ ആയിരിക്കാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസാണ്. എന്താ കോൺഷ്യസ്? അവബോധമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത്, ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് അവളങ്ങനെ ഉടമ്പടി ജീവിക്കുകയാണ്. വേറെ എന്തോ കാര്യത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷെ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ട അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തി വിളിച്ചിരിക്കുകയാണ്. എടി, നിൻ്റെ ആങ്ങളയെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ്. ആ വണ്ടി കണ്ട ആങ്ങളെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നീ പേടിക്കാൻ പറയുകയല്ല, നീ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ ഇവളൊരു കാര്യം പറയും, എൻ്റെ ആങ്ങളെക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന്. ഇതാണ് കവനൻ്റ് കോൺഷ്യസ് എന്ന് പറയണത്. കവനൻ്റ് കോൺഷ്യസ്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരികയില്ലേ. ഇപ്പം ചില ആൾക്കാർ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അച്ഛാ ഇത് കണ്ട അച്ഛാ, ഉടമ്പടി കാശുരൂല്ല, ഞാൻ കൊച്ചു കാശും കൊണ്ട് നടക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, കൊച്ചു ഉടമ്പടി കാശുരു എന്ത് ചെയ്യും? അപ്പം മിണ്ടത്തില്ല. അതെന്താ കാര്യം? അവർ മകൾക്ക് കൊടുത്തതാണേ, നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി കാശുരം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഇനി വേണമെങ്കിൽ ഉടമ്പടി എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല, എന്തെങ്കിലും ഒരു വസ്തു തരികയല്ല. ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, ആ കാശ് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ്. അത് ഒരു ഓർമ്മയാണ്. നിങ്ങൾക്കറിയാവില്ല, ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനായിരിക്കുന്നത് ഓർമ്മ സ്റ്റേജിലാണ്.
ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓർമ്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ഫോം? ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ്. ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസം എന്ന് പറയുന്നത്. ഓർമ്മ ഉണർത്തലാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈ കുർബാന, ആൾക്കാരോട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ്. അതൊരാഘോഷമാണ് ശരിക്കും. എന്തിനാഘോഷിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ്. അതാണ് മരണം പ്രഖ്യാപനമാണ്. ജീസസ് ഡൈഡ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നതാണ്. കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അപ്പോൾ എനിക്കിനി മരണമില്ല. ഞാൻ നിത്യത വരെ കർത്താവിനെ കണ്ടെത്തും വരെ, കൂടെ ജീവിക്കും വരെ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ്. അപ്പോൾ എൻ്റെ ത്വര എന്താണ്? എത്രയും വേഗം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത്, മരണമേ നിന്റെ ദംശനം എവിടെ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55. 1 കൊരിന്തോസ് 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അതിൻ്റെ വിഷപ്പല്ലി കർത്താവ് ഊരിക്കളഞ്ഞ്. പറഞ്ഞേ, മരണമേ നിന്റെ ദംശനം എവിടെ? അടുത്ത വചനം, മരണത്തിന്റെ ദംശനം പാപവും, മരണത്തിന്റെ ദംശനം പാപവും, പാപത്തിന്റെ ശക്തി നിയമവുമാണ്. പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ആരാണ്? ദൈവം. ആര് വഴിയാണ്? കർത്താവ് വഴി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ദൈവമാണെങ്കിൽ, അത് കർത്താവ് വഴിയാണെങ്കിൽ, ആ വിജയം നൽകുന്ന കർത്താവ്, അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവൃത്തികളിൽ ഈശോയെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നല്ല അപ്പൊ ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കുന്നതും വെളിപാട് അവസാനിക്കുന്നതും എന്താണ്? ഇനി മരണമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ദുഃഖം ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങളോർക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടല്ലാന്ന്? ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവ്, അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേരനും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിനെ അറസ്റ്റ് ചെയ്തിരിക്കേണ്ട കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയതിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന്
അകത്ത് കയറി അറസ്റ്റ് ചെയ്തു, കേസായി. മാസ്ക് വെക്കാത്തതിന് പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടിട്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനെ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കൂടി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീട്ടി. ഇനി മരണമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല, പശുവിനെ നമ്മൾ എന്തിന് സ്നേഹിക്കുന്നു? പശുവിനെ എന്തിന് സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ ഉള്ളിൽ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം, അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഞാൻ പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികത അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ? എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, വലിയമ്മമാർക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞു. DPEPക്കാരല്ലേ? വലിയമ്മമാർക്കറിയാം, പഴയ പാഠപുസ്തകമുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, അമ്മണി വന്നു, കമ്മൽ തന്നു, അല്ലേ? അത് തന്നെ. അപ്പം അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം? ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് 1-ാം പാഠം. അധ്യാത്മിക 1-ാം പാഠവും ബൈബിളിൻ്റെ 1-ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു. എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക്. അതിൻ്റെ അകത്ത് എൻഡിട്ടേ ഇത് പറക്കത്തില്ല. പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ, ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പം നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമി നിസാനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് as your heavenly Father is perfect. Take the word of God. Hallelujah. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. അതാ നിത്യതയോളം വളരണം ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. നോക്കിയേ, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ?
ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തി നിന്ന് വന്നിരിക്കുന്നതാണ്. എല്ലാം ശാസ്ത്രം ഇവിടുന്ന് വന്നതാണ്, അതൃപ്തി നിന്ന് വന്നതാണ്. ഇതല്ല ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം വീണ്ടും നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട് അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി 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 രാത്രി കണ്ട് നല്ല വേർപ്പായിരിക്കുമേ. അപ്പം വീശി 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 എന്ത് ചെയ്യും? വീശി വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അതേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. വിശറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്മേ മുഴുവൻ പുകയുടെയും കരിയും ജലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ AC തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞതല്ലേ, വിശറി പിടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം. ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചു കൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്ത് 2:17 ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ മോഹങ്ങൾക്കെല്ലാം നമ്മളെ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്? അതും കാര്യമായപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരും നടത്താം. ഒരാൾക്കാർ അവിടെ അഭിമാനം അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റതെന്ന് 7:37 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ
യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇപ്പൊ ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിന്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ ഒന്ന് പറഞ്ഞേ, തിരുനാളിന്റെ ഒന്നാം ഘട്ടം തന്നെ. ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പഠന പാട് കണ്ടില്ലേ? തിരുനാളിന്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് പിന്നെന്താണ്? ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ടൊരു ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിന്റെ 11 ദിവസങ്ങളിലെ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിന്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവൻ എന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാൻ സാധാരണ സ്വരത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നുവെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചതുകൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയണത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി
നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്, ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകൾ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ അവിടെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങളെ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിസ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പറയാൻ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. ഇതിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും നെറ്റ് ടാർഗറ്റിങ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോച്ചിൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാരെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്തെ കൂടാതെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയി. ജോലി പോയപ്പോൾ എന്തു ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി. ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം, കല്യാണം ഒക്കെ വന്ന് കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ സംസാരിക്കുകയാണ്. അപ്പനും മകനും തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, എനിക്ക് ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അപ്പനും മകനും കൂടി ഇരുന്ന് ഇളഞ്ഞിരുന്നുണ്ട്.
ഈ കഥ പറയുകയാണ്, മകൻ എന്ത് ചെയ്യോടാ? ഇല്ല. അപ്പം അപ്പം പറയും, നീ ഉടമ്പെടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പെടുക്കടാ എന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളാണ്. നീ ഉടമ്പടി എടുക്കടാന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഇതും പറയുകയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. ഇത് മിഥുൻ പറയണത് അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത് കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നീ ഇങ്ങനെയുള്ള ജീവിക്കണവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്, അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ. അപ്പോൾ ഒരു കമ്പനി തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവന് 1 പേര് 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാ, പക്ഷേ ഉറപ്പില്ല. കാര്യം വിളിക്കണില്ല, അവർ വിളിക്കണില്ല, അതാണ് സംഭവം. ഇനി അമ്മ ടൈം മതറായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയനാണ്. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയ ഘടികാരം നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് ഉടമ്പടിയിലായി. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റ എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് കാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കണത്. അമ്മയുടെ പേരെന്താ, എവിടുന്ന് വരുന്നത്, പണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത്. 12-ാം മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്, അവിടുന്ന് പോരാൻ കാര്യം എന്താ, എങ്ങനെ അവിടെ ജോലി നഷ്ടപ്പെട്ടത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അത് ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതെല്ലാം നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്, അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നല്ല. പക്ഷെ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് 3ാമത്തെ കമ്പനി തന്നെ വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു 1 way or other മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴമില്ലി വീശിയടിച്ചെന്ന് പറയും.
ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ. അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ 3-ാമത്തെ സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോഴും ഇവൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്നിടുമ്പോഴേ പിറ്റേ ദിവസമായപ്പോൾ പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി 3-ാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവനെടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ പേര് ആ മുറി കയറിയിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ മിഥുനെന്താ പറയണത്? എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഉടമ്പടിയിൽ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും. ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട് കൃപാസനം മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും, നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പം അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്.